വ്ളോഗ് മാത്രം നോക്കി നടക്കുന്നവരല്ല അവിടെ ആരും. ഞാൻ വ്ളോഗ് എടുത്തില്ലെങ്കിൽ ആളെന്നെ നോക്കും അല്ലേ? പിന്നല്ല. ഗോകുലിന്റെ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിന് ഇപ്പം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ തോന്നും, അത് പറഞ്ഞുതരാം. ഗോകുലിന്റെ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലെന്ന് തോന്നുന്നു. അവരെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചോദിച്ചാലും മൗനമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു, ഏട്ടൻ്റെ വീട്ടുകാർ ഞങ്ങളോട് ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. യൂട്യൂബ് കണ്ടിട്ട് തന്നെയാ ഈ മണഗുണാഞ്ചൻ ഈ പെണ്ണിനെ കെട്ടിയത്. അല്ലാതെ എന്തിരിക്കുന്നു എഡ്യൂക്കേഷൻ, കുടുംബമഹിമ, സൗന്ദര്യം. യെസ്, ചെറുക്കൻ മടിയനാണ് എന്നൊക്കെ പറയുന്നു. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു ചെറിയൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ അന്ന് പറഞ്ഞത് ഇന്ന് മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്താണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി, ആ ഫാമിലിയിൽ 2 പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ അവർ വിവാഹം കഴിഞ്ഞു സുഖകരമായിട്ട് ജീവിക്കുന്നു, വളരെ നല്ല കാര്യം. അതിൻ്റെ പേരിൽ കുറേ കോൺട്രവേഴ്സി, മറ്റുള്ള കാര്യങ്ങൾ പലതും അല്ലേ, അത് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, ആ സമയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നിപ്പോൾ അവർക്ക് ഒരു തിരിച്ചടി പോലെ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്താണെന്നുള്ള കാര്യം നോക്കാം. അത് ആദ്യം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറയുന്നു, എനിക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് വേറെ കാര്യം പറയാനുണ്ട്. അത് ഇതൊന്ന് കേട്ടിട്ട് സംസാരിക്കാം. നോണയാന്ന് വിചാരിക്കേണ്ട, ഇത് പറഞ്ഞൊരു കമന്റാണ്, വേറെ ഒന്നല്ല. കുഞ്ഞിന് വേറെ വല്ല ജോലിക്കും പോയിക്കൂടെ? എന്തിനാണ് എന്താ പറയുന്നത്, പിന്നെ യൂട്യൂബ് വരുമാനം നോക്കി നടക്കണോ, വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞിട്ടാ. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ ഈ യൂട്യൂബ് നോക്കി നടക്കുന്നു ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ 20 വയസ്സാണ്. 20 വയസ്സും ഏട്ടന് 29 വയസ്സുമാണ്. പക്ഷെ എൻ്റെ 20 വയസ്സിലെന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോഷൻസും യൂട്യൂബ് ചാനലും കൂടി അത്യാവശ്യത്തിന് എമൗണ്ട് ഏൺ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇപ്പം 20 വയസ്സ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പുറകെ വരാം. ബട്ട് ഇപ്പം പറയുന്നൊരു കാര്യം, 20 വയസ്സ് എന്നുള്ള പ്രായത്തിൽ ഞാൻ സാധാരണഗതിയിൽ ഒരു ജോലി ചെയ്ത് ഉണ്ടാക്കുന്നതിൻ്റെ പൈസ അതിനെക്കാട്ടിലും കൂടുതൽ പ്രമോഷനായിട്ട് മറ്റ് പലതായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ അറിവിൽ പറ്റാത്തോളം പരമാവധി ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ്. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വഴി കിട്ടി. അതിപ്പോൾ ആ ഒരു വഴി നമുക്ക് കുറച്ച് നാളുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മാറി വേറെ ആൾക്കാർ വരും. ആ ഒരു സമയത്ത് നമ്മൾ പറ്റുന്ന പോലെ ഞാൻ ഈ കാറ്റ് വീശുമ്പോൾ അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ടല്ലോ, എന്തെന്ന് മറ്റേ വിതയ്ക്കണമെന്നോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലോ, കറക്റ്റ് അങ്ങനെ എന്തോ അതിൻ്റെ സംഭവം. അതുപോലെ ഈ നമ്മുടെ നല്ല സമയത്ത് പരമാവധി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് നല്ല കാര്യം തന്നെ. കാരണം ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇവരല്ല, ഒരുപാട് പേരുണ്ട്. അപ്പം അതിലിപ്പോൾ ഈ മല്ലു ഫാമിലി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇടയ്ക്ക് വന്ന് പുള്ളി സംസാരിച്ചൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി ഏതാണ്ട് ഒരു മാസം 10 ലക്ഷമാണെന്ന് തോന്നുന്നു, 10 ലക്ഷം രൂപയൊക്കെ പുള്ളി ഒരു 10 ലക്ഷം രൂപയൊക്കെ ഒരു മാസം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 10 ലക്ഷമാണെന്ന് തോന്നി. മേ ബി അറൗണ്ട് അത്രയും എമൗണ്ട്, ഇത്ര ഒരു ഹ്യൂജ് എമൗണ്ടൊക്കെ ഒരു മാസം ഉണ്ടാക്കിയിട്ടുണ്ട് ചില മാസങ്ങളിൽ. ചില മറ്റ് പല യൂട്യൂബേഴ്സ് അഥവാ ഈ ഫാമിലി വ്ളോഗ് ഒക്കെ ചെയ്യുന്ന പല ആൾക്കാരും സമാനമായ പല രീതിയിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, മേ ബി ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി ഈ ഒരു പ്രായത്തിൽ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ചോദ്യം ഇതായിരുന്നു, യൂട്യൂബ് നോക്കി നടക്കാതെ വല്ല ജോലിക്കും പോയിക്കൂടെ എന്നുള്ളതാണ് ചോദ്യം. ഇനി മറ്റേ ആ വീഡിയോയിലേക്ക് വരാം, ഇത് കുറച്ചുകൂടെ നമുക്കത് കേൾക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. പോവലും വരലും നടക്കുന്നില്ല. പക്ഷെ അത് ഞാൻ ഓട്ടോമാറ്റിക്കലി എങ്ങനെ തന്നെ പോകാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ച് വന്നാൽ മാത്രമാണ് അത് നടക്കുള്ളൂ. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. പൊന്നീച്ചർ കൂടെ വർക്കിന് പോയി പഠിക്കണം അല്ലേ. ഇപ്പം എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാൻ. അത് ഞാനിപ്പോൾ നല്ല രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പറ്റണ എൻ്റെ കുട്ടി പറഞ്ഞ ഒരു കാര്യം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ എന്തുവാണ് ബ്യൂട്ടീഷ്യൻ പരിപാടി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ചേച്ചി അതാണല്ലോ ചെയ്യുന്നത്, അങ്ങനെ എന്തോ സംതിങ്. അപ്പോൾ അത് പഠിക്കണം, ചേച്ചിയുടെ കൂടെ പോയി പഠിച്ച് അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. കുറച്ച് കാലത്തിന് മുമ്പ് ആലോചിക്കണം, ഒരു കോളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള രീതിയിലേക്കൊക്കെയാണ് നടന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ എത്രയോ വീടുകളിൽ പല പെൺകുട്ടികളും പല ആൾക്കാരോടൊപ്പം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ വീട്ടുകാരിൽ നിന്ന് മേലാൽ ഇനി ജീവിതത്തിൽ എടുക്കത്തില്ല എന്നൊക്കെ പറയാറുണ്ട്.
കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ ഒരുമിക്കാറുണ്ട്. കാരണം മനുഷ്യനാണ്, ഒരു ചോരയാണ്. അവർ എത്രയൊക്കെ തന്നെ മാറ്റി നിർത്തിയിരുന്നാലും സ്വന്തം മക്കളോട് എന്നൊന്നും വെറുപ്പ് ആരും വെച്ചിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും അവർക്കൊരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫിലേക്കൊന്നും അതൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെയിൻ അറിയുള്ളൂ. സോ അതുകൊണ്ട് അതിനെയൊക്കെ വളരെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. തെറ്റുകൾ തെറ്റല്ലല്ലോ, ഇതൊക്കെ ജീവിതം തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം യൂട്യൂബ് റവന്യൂ എന്നാണ്. യൂട്യൂബ് റവന്യൂ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കലെന്നാണ്. അത് നല്ല രീതിയിൽ ക്ലവറായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പ്രായത്തിൽ ആൾക്കാർ സമ്പാദിക്കുന്നതിനെക്കാട്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എൻ്റെ പ്രായത്തിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അത് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തുടങ്ങിയൊരു ചാനലും അതാണ് ഇപ്പം ഞങ്ങൾക്കായാലും ഇത്രയും ഒരു അമ്മയുടെയും പൊന്നേച്ചി തന്നെ ആയിരുന്നു കേട്ടോ. ആദ്യം തൊട്ടേ നമ്മുടെ ഉപ്പുമാവ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാനലും ടിക്ടോക്കും ഒക്കെ ഫേമസ് ആക്കി കൊണ്ടുവന്നവർ അവർ തന്നെയാണ്. ഞാനൊന്നും നിന്നില്ല. പിന്നീട് അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടാണ്, നമ്മുടെ ചാനലിൽ ഫേമസ് ആവാൻ നമുക്ക് ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി സോഷ്യൽ മീഡിയയ്ക്ക് വരും. നമുക്കതിന് ഏൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏൺ ചെയ്യും. അതിപ്പോൾ ഇത്രയും നാൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് 20 വയസ്സിൽ ഏട്ടന് 29 വയസ്സ്. എനിക്ക് കല്യാണം കഴിക്കുമ്പോൾ 19, ഏട്ടന് 28 വയസ്സുള്ളൂ. ആ ഒരു പ്രായത്തിന് ഞങ്ങൾ രണ്ടാളെയും കല്യാണ ചെലവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും തന്നെയാണ് എടുത്തിരുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു രൂപ വാങ്ങിയിട്ടില്ല, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ കാശ് വാങ്ങിയിട്ടില്ല. നമ്മളെ കല്യാണ ചെലവിന് നമ്മൾ ലോൺ എടുത്തിട്ടായാലും നമ്മൾ തന്നെയാണ് നടത്തിയത്. അതെന്തുകൊണ്ടാണ് ലോൺ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ലോൺ അടയ്ക്കാനുള്ളൊരു വിശ്വാസം. നമ്മൾ ലോൺ എടുത്തിട്ടായാലും ആ ലോൺ അടയ്ക്കാനുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മൾ ലോൺ എടുത്തത്. അതിപ്പോഴത്തെ നിലവാരത്തിൽ സ്വർണത്തിൻ്റെ വിലയും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൂട്ടുമ്പോൾ ഒരു ദിവസത്തെ ഫംഗ്ഷൻ നടത്താൻ എത്ര രൂപയാവും എന്ന് അറിയാമല്ലോ. നമ്മള് തലേദിവസം നടത്തിയിട്ടുണ്ട്, പിറ്റേ ദിവസം നടത്തിയിട്ടുണ്ട്, ഗുരുവായൂർ നടത്തി. അങ്ങനെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മളൊരു കല്യാണം പോലെ തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ കണ്ട എല്ലാവർക്കും അറിയാം. അത്രയും ഒരു പരിപാടി നടത്തണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് എല്ലാവർക്കും അറിയാലോ. 10, 13, 14 ലക്ഷത്തോളം രൂപ വേണം. അന്നത്തെ ഒരു 10-14 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി അവരുടെ കല്യാണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം. ശരിക്കും അത് വലിയൊരു കാര്യം അല്ലേ? ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ള വിമർശനങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ എങ്കിലും ഇതൊരു അവരുടെ ആ ഒരു കല്യാണം നടന്ന സമയത്ത് അവരുടെ വളരെ വിമർശനങ്ങൾ വളരെയധികം ഉയർന്നിട്ടുണ്ട്. അച്ഛനമ്മമാരുടെ വാക്ക് കേൾക്കാതെ അവരെ കണ്ണീരിലാക്കിയിട്ടൊക്കെ പോയി. അച്ഛനമ്മമാർ ഇപ്പുറത്ത് നിന്ന് കരയുന്നു, വിഷമിക്കുന്നു, ഇനി ഒരു മകളില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്, മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സംഭവിക്കും, നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ സംഭവിക്കും. പക്ഷേ എങ്കിലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരതിനെ കല്യാണമായിട്ട് എടുത്തത് മൊത്തം ഇവരുടെ സ്വന്തം ചിലവിലാണെന്ന് പറയുമ്പോഴേക്കും വലിയൊരു കാര്യമാണ്. അതിനെ സത്യം പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ 10-14 ലക്ഷം രൂപ വരെ അവരുടെ ഈ ഒരു പ്രായത്തിൽ, കൊച്ചു പ്രായ, കുട്ടി 20 വയസ്സ്, ആളുടെ 29 വയസ്സ് അല്ലേ? അപ്പം അത് വലിയ കാര്യം തന്നെയാണ്. നടന്നിട്ട് ഇപ്പോൾ 1-2 വർഷമായി. പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, വെറുതെയാണ് ഇത്ര ലക്ഷമൊക്കെ നമ്മൾ കളയുന്നത്. കല്യാണത്തിന് രജിസ്റ്റർ മാരേജ് ചെയ്താൽ കഴിയുന്നുള്ളൂ. വെറുതെ നമ്മൾ ഇത്ര എമൗണ്ട് എടുത്ത്. പുള്ളിക്കാരത്തി നല്ല പക്വതയോട് സംസാരിക്കുന്നുണ്ട്. അന്നത്തെ പൈസ ഇന്ന് പോയല്ലോ എന്ന് ചിന്തിക്കുക. അതൊരു പക്വതയാണ്. കാരണം ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്യാം. എന്തോരം പുട്ട് കഴിക്കാത്ത മറ്റു സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്നത് പോലെ ആ പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു, വെറുതെ ആ പൈസ കളയണ്ടായിരുന്നു എന്നൊരു തോന്നലാണ്. അതൊരു പക്വതയായിട്ടുള്ള സംസാരമാണ്. അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളൊന്നുമില്ല. ഇനി എന്താണ് ഈ പുള്ളിക്കാരത്തിൽ അന്നത്തെ ഇന്നത്തെ ഇവരുടെ വർത്തമാനത്തെ കുറിച്ച് വിമർശനം വരുന്നത്? നമുക്ക് ലൈറ്റായിട്ട് നോക്കാം കേട്ടോ എന്താണെന്നുള്ളത്. വ്ളോഗ് മാത്രം നോക്കി നടക്കുന്നവരല്ല ഇവിടെ ആരും. ഞാൻ വ്ളോഗ് എടുത്തില്ലെങ്കിൽ ആളെന്നെ നോക്കും അല്ലേ? പിന്നല്ല. അതായത് ഇപ്പോൾ വ്ളോഗിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കുറച്ചും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളതിനെ ലൈറ്റായിട്ട് കണ്ടാൽ മതി. അന്ന് പറഞ്ഞു പോയത് അന്നത്തെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആ ഒരു ചോരത്തിളപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അന്ന് ഈ പുള്ളിക്കാരന് ഈ വന്ന പ്രധാന വിമർശനം, ഈ പുള്ളിക്കാരി ഒരു കുഞ്ഞിനെ ചെത്തി, ഓക്കെ, അവരുടെ സ്വന്തമായിട്ട് ചാനലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഏൺ ചെയ്യുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഈ പുള്ളിക്കാരൻ തൂക്കിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. അതാണ് അന്ന് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ അന്ന് അത് കണ്ടിട്ട് പോയെന്ന് പറയുന്നു. ഇന്നിപ്പോൾ അവർ ജീവിക്കുന്നത് ഇപ്പം ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്തിട്ടാണ് നിൽക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം. പക്ഷേ അന്ന് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, അതായത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും ചേട്ടൻ ജോലിക്ക് പോയിട്ടാണെങ്കിലും എന്നെ നോക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ പുള്ളി പറയുന്നുണ്ട്, ഞാൻ പറയുന്നു, അവരന്ന് പറഞ്ഞ അന്നത്തെ ആ ഒരു ചോരത്തിളപ്പി പറഞ്ഞതായിരിക്കും. പക്ഷെ അന്ന് ആ പറഞ്ഞ കാര്യങ്ങൾ അതല്ലോ ഇന്ന് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം നാട്ടുകാർ അന്ന് പറഞ്ഞൊരു കാര്യം ശരിയായി വരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതിനെ കണ്ടുകൊണ്ട്
എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത് ശരിയാവുന്നു എന്നാണ് പറയുന്നത്. ഞാനങ്ങനെ പറയുന്നില്ല, അതിനകത്ത് മൊത്തത്തിൽ പറയുന്നത്. ഇനി വേറൊരു ഇത് മൊത്തത്തിൽ കേൾക്കുന്നൊരു കാര്യമാണ്, ഗോകുലിൻ്റെ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനെ ഇപ്പം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ തോന്നും, അത് പറഞ്ഞുതരാം. ഗോകുലിൻ്റെ വീട്ടുകാരുമായി അത്ര രസത്തിലല്ലെന്ന് തോന്നുന്നു. അവരെക്കുറിച്ചിപ്പോൾ എന്ത് ചോദിച്ചാലും മൗനമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു, ഏട്ടൻ്റെ വീട്ടുകാർ ഞങ്ങളോട് ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സംഭവം വേറൊന്നുമല്ല, ഈ ചോദ്യങ്ങൾ വരുത്തുന്നതിൻ്റെ ഉത്തരവാദികൾ അവരൊക്കെ തന്നെയാണ്. അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയക്കകത്ത് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടാക്കുന്ന പൈസയുടെ കണക്ക് നമ്മൾ പറയുമ്പോഴും, അവർ മെച്ചപ്പെട്ട വലിയ സാമ്പത്തികം നേടുന്നു എന്ന് പറയുമ്പോഴും, സ്വന്തം വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഇവരിത് കാണിക്കുന്നത്. സ്വന്തം വീടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് ഇത് പുറത്തേക്ക് പറയുന്നത്. ഇതെല്ലാം എടുത്ത് പബ്ലിക്കിലേക്ക് ഇടുന്ന സമയത്ത് പബ്ലിക്ക് ഈ സ്വാഭാവികമായിട്ട് അടുത്ത നെക്സ്റ്റ് സീരിയലിൻ്റെ അടുത്ത ഇപ്പം സുനന്ദ ദേവി മറ്റവളെ ചന്ദനമഴ സീരിയലിൽ അമൃതയെ ഇടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നാളെ ഇനി എന്താകും, അവളെ ഇവൻ അടിക്കുമോ, ഇവൻ കടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് പോലെ അടുത്ത ദിവസം എന്താ വരുന്നത്, ഒരു എപ്പിസോഡ് പോലെ കാത്തിരിക്കുക. അങ്ങനെ കാണിക്കാൻ, അങ്ങനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് ഈ ടിപ്പിക്കൽ നമ്മുടെ ഈ ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവരുടെ വ്ളോഗുകളെല്ലാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ ആരെയും കാണുന്നില്ല, അപ്പോൾ പിന്നെ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ഒക്കെ ഇവർ ചിന്തിച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് പലയിടത്തും ഈ കമൻറ്റ് ഞാൻ കാണുകയും ചെയ്തു. ഇനി അടുത്ത കമൻറ്റ്, ചേച്ചിയുടെ കൂടെ മേക്കപ്പ് പഠിക്കാൻ പോകുന്നതാണ് കുഞ്ഞിന് നല്ലത്. നാളെ പൊന്നുമെങ്കിലും കുഞ്ഞിനുമായി തെറ്റിയാൽ അവൾ എൻ്റെ മേക്കപ്പ് ബ്രഷ് അടിച്ചു മാറ്റി എൻ്റെ ബ്രൈഡിനെ കിണറ്റിലിടാൻ നോക്കി, എൻ്റെ ഷെബി ഏട്ടായെ അവൾ ബഹുമാനിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറ്റിയാൽ കുഞ്ഞിൻ്റെ ഏതെങ്കിലും ചാറ്റും അവർ പുറത്തു വിടും. അതിലും ഭേദം വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. ചേച്ചിയുടെ കൂടെ മേക്കപ്പ് പഠിക്കാൻ പോകാതിരിക്കുന്നതാണ് കുഞ്ഞിന് നല്ലതത്രേ. അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നാളെ ഇവരുടെ ചാറ്റൊക്കെ എടുത്ത് പുറത്തു വിടും. ഇത് അങ്ങനെയൊക്കെ പറയും. നീ ഇങ്ങനെ ജീവിച്ചാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. യൂട്യൂബ് കണ്ടിട്ട് തന്നെയാ ഈ മണഗുണാഞ്ചൻ ഈ പെണ്ണിനെ കെട്ടിയത്, അല്ലാതെ എന്തിരിക്കുന്നു എഡ്യൂക്കേഷൻ, കുടുംബമഹിമ, സൗന്ദര്യം. ചെറുക്കൻ മടിയനാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞതല്ല, ഇതാ കമൻറ്റ് കിടക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ എവിടെയാണ് ഡൂഡിൽ വന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കമൻറ്റാണ് ഇതൊക്കെ കേട്ടോ. കല്യാണം നടന്നപ്പോഴുള്ള പുകില്, അമ്മ കരയുന്നു, മോളെ ശപിക്കുന്നു, മോള് മറുപടി വീഡിയോ ഇടുന്നു, കമൻറ്റിൽ അമ്മയും അച്ഛനെയും സമാധാനിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ കമൻറ്റുകൾ. ഇപ്പോൾ അമ്മയും അച്ഛനും പേരക്കുട്ടിയും എടുത്ത് നടക്കുന്നു. പണ്ട് അവൾ പോട്ടെ വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മയെ അനുസരിക്കാതെ പോയവൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടവർ ഊഞ്ഞാല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നമ്മളിതിനെ വലിയൊരു ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ല, ഇല്ലേ? ഉണ്ടോ? അവരുടെ ലൈഫാണ്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പറയുന്നത് അന്ന് പറഞ്ഞതും തമ്മിൽ ഡിഫറൻസ് ആണ് ഇപ്പോൾ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. ഓക്കെ, എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ ഒരു കടയിലേക്ക് ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ ചെയ്യണം? പഠിക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്യണം? ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയാൽ മതിയാ? നിന്ന് എമൗണ്ട് ഏൺ ചെയ്യാം. അത് ഞാനിപ്പോൾ നല്ല രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പരമാവധി ചെയ്യുന്നുണ്ട്. എൻ്റെ തമ്പുരാനെ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് ഇതിനകത്തൊരു വിമർശനമായിട്ട് പറയാനാണെങ്കിൽ അന്ന് പറഞ്ഞ കാര്യം വൈകാരിക പ്രകടനമായിരുന്നു. നമ്മൾ ചില സമയത്ത് ചില ആൾക്കാർ പറഞ്ഞു നിന്റെ മൂക്കിടിച്ച് പരത്തുകൂടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. നിന്നെ ഞാൻ കൊല്ലുകൂടാ എന്ന് പറയുന്നത് നമ്മൾ കൊല്ലാറുണ്ടോ? ഇല്ല. അത് വൈകാരികമായിട്ടുള്ള സമയങ്ങളിൽ ചില സമയത്ത് അറിയാതെ വായുന്നത് പോകുന്ന വാക്ക്. അതുകൊണ്ടാണ് പറയുന്നത് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് അന്ന് പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയക്കകത്ത് അതാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടൊക്കെ അകന്ന് നിൽക്കുന്നു. അദ്ദേഹം ഒരു മടിയനാണ്. അദ്ദേഹം ഈ പെൺകുട്ടിയെ സ്വന്തമാക്കിയത് ഇങ്ങനെ വ്ളോഗ് ചെയ്യിപ്പിച്ച് അതിൽ നിന്ന് പൈസ നേടാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പക്ഷേ അതിനകത്ത് നമുക്കൊന്നും ചോദ്യം ചെയ്യാനില്ല. കാരണം അത്യാവശ്യം ഇപ്പം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, അത് നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അവരുടെ എല്ലാ സന്തോഷങ്ങളും അതിലൂടെ നിറവേറ്റാൻ കഴിയുന്നു. അവർ തന്നെയാണ് ആ കല്യാണം നടത്തിയതെന്നൊക്കെ പറയുമ്പോൾ അത് അവർ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കതിനകത്ത് അവരത് ഓക്കെ അല്ലാതിരിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ചിലപ്പോൾ ജോലിക്ക് പോയി ചിലപ്പോൾ 20,000 30,000 കിട്ടും. പക്ഷേ അതിനെക്കാട്ടിലും അതിൻ്റെ ഇരട്ടി വരുമാനം ഇതിനകത്ത് കിട്ടുവാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പരമാവധി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നെങ്കിൽ വലിയ കാര്യമല്ലേ? എന്തായാലും ജീവിക്കണ്ടേ? അല്ലേ? അതെന്താ പറയുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും ബൈ.